നമസ്കാരം. ഒടുവിൽ ഇതാ അമേരിക്ക ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ തുടരാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ജൂതരാഷ്ട്രത്തെ ലോകം വെറുക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. തങ്ങളുടെ അഹങ്കാരം കൊണ്ടും സാമ്രാജ്യത്വ മോഹങ്ങൾ കൊണ്ടും ലോകത്തെ മുഴുവൻ യുദ്ധത്തിന്റെ അരികിലേക്ക് തള്ളിവിട്ടവർ ഇന്ന് സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നതാണ് പറയാനുള്ളത്. പശ്ചിമേഷ്യയിൽ നിരപരാധികളുടെ ചോരയൊഴുക്കി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യുദ്ധം വെട്ടിക്കൂട്ടിയ ഇസ്രായേൽ ഭരണകൂടം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടലിന്റെ വക്കിലാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി എന്ന് സ്വയം അവകാശപ്പെടുകയും ഇസ്രായേലിന്റെ എല്ലാ ക്രൂരതകൾക്കും ആയുധവും പണവും നൽകി കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ തങ്ങൾ വളർത്തിയെടുത്ത ഈ യുദ്ധക്കൊതിയനെ തള്ളി പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ലോകത്തെ വിറപ്പിക്കാൻ നോക്കിയവരുടെ അവസ്ഥ ഇന്ന് എത്രത്തോളം പരിതാപകരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ പരസ്യമായി ഉടലെടുത്തിരിക്കുന്ന ഈ കടുത്ത ഭിന്നത. അതെ, പശ്ചിമേഷ്യയിൽ വലിയ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ ഇനിയും തുടർന്നാൽ അവർ അന്താരാഷ്ട്ര ഭൂപടത്തിൽ നാമാവശേഷമാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് വാഷിംഗ്ടണിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണയായി ഇസ്രായേൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ നെഞ്ചും വിരിച്ച് പിന്തുണയ്ക്കുന്നതാണ് അമേരിക്കയുടെ ഒരു ശൈലി. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ അനാവശ്യ യുദ്ധക്കൊതി അമേരിക്കയോട് തന്നെ ആഗോള താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനുമായി നടന്ന കടുത്ത മിസൈൽ സംഘർഷങ്ങൾക്ക് പിന്നാലെ ട്രംപ് നേരിട്ട് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അതിശക്തമായ ഭാഷയിൽ ശാസിച്ചിരിക്കുന്നത്. നയതന്ത്രത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ച് ബീബി നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വളരെ വേഗം നീ ഈ ലോകത്ത് ഒറ്റയ്ക്കാകുമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് നേരിട്ട് പറഞ്ഞതായിട്ടാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അമേരിക്ക കൈവിട്ടാൽ ഒരു ദിവസം പോലും നിലനിൽപ്പില്ലാത്ത ഇസ്രായേലിന് അവരുടെ പരമപ്രധാനമായ രക്ഷകനിൽ നിന്ന് ലഭിച്ച ഈ മാരക പ്രഹരം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കളിച്ച സ്വാർത്ഥ രാഷ്ട്രീയ കളികളുടെ തിരിച്ചടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. തങ്ങളുടെ ആയുധ കച്ചവടം കൊഴുപ്പിക്കാനും എണ്ണപ്പാതകൾ നിയന്ത്രിക്കാനും വേണ്ടി പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ഇവർ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ ഇന്ന് ഇറാൻ എന്ന ശക്തനായ ശത്രുവിന് മുന്നിൽ ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകൾ ഓരോന്നായി തകർന്നടിയുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം സമ്പദ് വ്യവസ്ഥയും സൈന്യവും പണയപ്പെടുത്തേണ്ടതായി വരുന്നു. ഒരു പരിധിക്കപ്പുറം ഇസ്രായേലിനെ താങ്ങി നടന്നാൽ അത് അമേരിക്കയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ട്രംപ് ഭയപ്പെടാൻ തുടങ്ങി. ഈ സ്വാർത്ഥത തന്നെയാണ് ഇപ്പോൾ ഇത്രയും കാലം മാറ്റമില്ലാതെ തുടർന്ന അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ തങ്ങളുടെ കാൽ കീഴിലാക്കാൻ നോക്കിയ നെതന്യാഹു ഇന്ന് സ്വന്തം സഖ്യകക്ഷികളുടെ മുന്നിൽ പോലും തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ചരിത്രത്തിന്റെ വലിയൊരു കാവ്യനീതിയാണ് എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അധികാര കസേര നിലനിർത്താൻ വേണ്ടി മാത്രം യുദ്ധത്തെ ഒരു ആയുധമാക്കിയ നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾ ഇനി അധിക കാലം മുന്നോട്ട് പോകില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പോലും ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഒരു വശത്ത് ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും ശക്തമായ മിസൈൽ പ്രതിരോധം, മറുവശത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത സമ്മർദ്ദവും ഒറ്റപ്പെടുത്തലും. എല്ലാത്തിനും മീതെ ഇപ്പോൾ അമേരിക്കയുടെ പരസ്യമായ ശാസനയും താക്കീതും. ലോകത്തെ വിറപ്പിക്കാൻ നോക്കിയ ഒരു രാജ്യവും അതിന്റെ ഭരണാധികാരിയും ഇത്രമാത്രം നിസ്സഹായരായ ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടുണ്ടാവില്ല. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ തന്നെ മാറി മറിയും. വിതച്ചതേ കൊയ്യൂ എന്ന പ്രകൃതി നിയമം ഇത് ഇസ്രായേലിന്റെ കാര്യത്തിൽ അനർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം.